സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലൂയിയാണ് കാണിക്കുന്നത്. ഇന്നാണ് ആദം ഫ്രാൻസിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ അവൾ അവനെ വെയിറ്റ് ചെയ്യുകയാണ്. ഡോർ നോക്കിന്റെ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ അത് ആദം ആയിരിക്കും. ലാൻ ലൂയിയോട് എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കും. അന്നേരം അവൾ ലാനിനോട് മുമ്പ് സംസാരിച്ചിരുന്നത് പോലെയല്ല, വളരെ നല്ല രീതിയിൽ തന്നെ സുഖമാണെന്നും തിരിച്ച് ലിസക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. ലൂയിയുടെ ഈ മാറ്റം കണ്ട് ലാനിന് വളരെ സന്തോഷമാകും. അടുത്ത സീനിൽ വർക്ക് നിർത്തിയ കാര്യം ലൂയി സോഫിയോട് പറയും. അപ്പൊ സോഫി ചോദിക്കും, നീ ആയിട്ട് നിർത്തിയതാണോ അതോ ഡേവിഡ് നിന്റെയും എഡേലിന്റെയും കാര്യം അറിഞ്ഞിട്ട് നിന്നെ പിടിച്ച് പുറത്താക്കിയതാണോ? ഡേവിഡിനെ എല്ലാം മനസ്സിലായി. ലൂയി, ഞാൻ എന്താ നിന്നോട് അന്ന് പറഞ്ഞത്? അവരുമായിട്ട് കോണ്ടാക്ട് വേണ്ട എന്നല്ലേ? നീയും അത് സമ്മതിച്ചതാണോ? അന്നേരം ലൂയി പറയും, ഓ, അപ്പൊ നീ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? സോഫി പറയും, എനിക്കറിയായിരുന്നു കാര്യങ്ങൾ അവസാനം ഇങ്ങനെയൊക്കെ ആകുകയുള്ളൂ എന്ന്. ലാസ്റ്റ് നിനക്ക് ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ കാര്യങ്ങൾ മുൻകൂട്ടി നിന്നോട് പറഞ്ഞത്. അന്നേരം ലൂയി അവൾക്ക് എഡേലിനെ ഓർത്ത് സങ്കടമുണ്ടെന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ ലൂയി നോക്കുമ്പോൾ അവിടെ അവളുടെ ഫ്ലാറ്റിൽ ഓഫീസിന്റെ കീ കാണും. മേ ബി അത് ഡേവിഡ് മറന്നു വെച്ചതാകാം. അപ്പൊ ലൂയിക്ക് ഒരു ഐഡിയ തോന്നും. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ലൂയി ഡേവിഡിന്റെ കയ്യിൽ ഒരു ഫയൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായിരുന്നു എഡേലിന്റെ മെഡിക്കൽ റെക്കോർഡെന്ന് ലൂയിക്ക് മനസ്സിലാകും. അത് വെച്ചാണല്ലോ അവൻ എഡേലയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൺട്രോൾ ആക്കി വെക്കുന്നത്. ലൂയി നേരെ ലോറയുടെ അടുത്ത് പോയിട്ട് പറയും, കുറച്ച് നേരത്തേക്കൊന്ന് ആദമിനെ നോക്കാമോ? എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോകണമായിരുന്നു. അപ്പോൾ ലോറ ഓക്കെ എന്ന് പറയും. ലൂയി നേരെ ആരും കാണാതെ ക്ലിനിക്കിൽ കയറിയിട്ട് എഡേലിന്റെ മെഡിക്കൽ റെക്കോർഡ് പരതും. അപ്പോൾ ആ ഫയൽ അവൾക്ക് കിട്ടും. അതിൽ മരിയാന ഭാഗ്യത്തിന് കേസ് കൊടുത്തിട്ടില്ല എന്നും എഡേൽ എങ്ങനെയാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നേ എന്നും അങ്ങനെ എന്തൊക്കെയോ ഡേവിഡ് എഴുതിയിട്ടുണ്ടാകും. ലൂയി എന്നിട്ട് ആ ഫയൽ എടുത്തിട്ട് നേരെ എഡേലിന് കൊടുക്കും. അത് കണ്ട് എഡേൽ, നീ എന്നിട്ട് ഇത് മുഴുവനും വായിച്ചു എന്ന് ചോദിക്കും. അപ്പൊ ലൂയി പറയും, ഇല്ല, വായിച്ചില്ല, പക്ഷേ ഞാൻ എടുക്കാൻ വന്ന സാധനം ഇത് തന്നെയാണോന്ന് അറിയാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ മരിയാന എന്ന് പറഞ്ഞ പേരും പിന്നെ അതുമായി ബന്ധപ്പെട്ട കേസും അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മരിയാനയെ പറ്റിയും അവർ തമ്മിലുള്ള അഫെയറിനെ പറ്റിയും? ഞാനതൊക്കെ അറിഞ്ഞതിന് ശേഷം അവളുടെ അടുത്ത് ഇത് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ഥാനത്ത് നീ ആയാലും ഇതൊക്കെ തന്നെയേ ചെയ്യുകയുള്ളൂ. ഞാൻ അവളോട് കുറേ ഒച്ചയാക്കി. എന്നാൽ ഡേവിഡ് എല്ലാവരോടും പറഞ്ഞത് എനിക്ക് വട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അത് കേട്ട് എല്ലാവരും അവൻ പറഞ്ഞത് വിശ്വസിച്ചു. എന്തിനു പോട്ടെ, നീ പോലും വിശ്വസിച്ചില്ലേ? ലൂയി പറയും, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം ഡേവിഡ് എങ്ങനെയാ നിന്നെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. നിന്റെ ലൈഫ് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് നീ ആയിരിക്കണം, അല്ലാതെ വേറെ ആരുടെയും കൺട്രോളിലാകരുത്. അത് കേട്ട് എഡേൽ പറയും, നീ ശരിക്കും റോബ് സംസാരിക്കുന്നത് പോലെയാ സംസാരിക്കുന്നേ. അതെ, ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം റോബ് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് അവസാനം ഇങ്ങനെ ആകുകയുള്ളൂ എന്ന്. അന്നേരം എഡേൽ, നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ മുമ്പ് വരച്ച ഫോറസ്റ്റിന്റെ പെയിന്റിംഗ് ഇല്ലേ, അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എഡേൽ എന്നിട്ട് ആ ഫോറസ്റ്റിനെ പറ്റി എന്തൊക്കെയോ പറയും. എന്നാൽ ലൂയിക്ക് എഡേൽ എന്താ പറയുന്നതെന്ന് മനസ്സിലാകില്ല. എഡേൽ പറയും, എനിക്ക് തോന്നുന്നത് റോബിനെ കൊന്നത് ഡേവിഡ് ആണെന്നാ. ഡേവിഡിന് ഞാൻ റോബിനോട് മിണ്ടുന്നതും ഇടപഴകുന്നതും ഒക്കെ കാണുമ്പോൾ ജെലസി തോന്നിയിട്ടുണ്ടായിരിക്കാം. എനിക്കാണെങ്കിൽ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആകണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്താ ശരിക്കും സംഭവിച്ചത്? എഡേൽ പറയും, അത് ഒരു ദിവസം രാവിലെ റോബിനെ കാണാതായി. ഞാൻ ഡേവിഡിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് റോബ് അവിടുന്ന് പോയി എന്നാണ്. പക്ഷെ റോബ് ഒരിക്കലും എന്നോട് പറയാതെ പോവില്ല. ലൂയി ചോദിക്കും, നീ ഡേവിഡിനോട് റോബിനെ കൊന്നത് അവനാണോ എന്ന് ചോദിച്ചില്ലേ? ചോദിച്ചാലും വലിയ കാര്യമൊന്നുമില്ല, അവൻ എന്തായാലും സത്യം പറയാൻ പോകുന്നില്ല. ആ സീൻ അവിടെ കട്ടാകും. അങ്ങനെ അന്ന് രാത്രി ലൂയി ആ ബുക്കിന്റെ ബാക്കി ഭാഗം വായിക്കും. റോബ് എഡേലിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാകുക. അപ്പോൾ അതിൽ റോബ് എഴുതിയത് ഇങ്ങനെയായിരിക്കും, എനിക്കിപ്പോൾ എൻ്റെ വീടും നാടും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എഡേലിനെ കാണാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ അവളെ കെയർ ചെയ്തതുപോലെ ഇന്നേ വരെ ഞാൻ ആരെയും കെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ആ ബുക്ക് വായിച്ച് ലൂയി ഉറങ്ങിപ്പോകും. അപ്പോൾ അവൾ എഗെയിൻ അന്ന് ഡ്രീമിൽ കണ്ടതുപോലെ തന്നെ രണ്ടാമതൊരു ഡോറ് കൂടി കാണും. അവൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് കയറും. നോക്കുമ്പോൾ അത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആയിരിക്കും, അതായത് എഡേൽ ചെയ്യുന്നത് പോലെ തന്നെ. ലൂയി നോക്കുമ്പോൾ കാണുന്നത് ഉറങ്ങുന്ന ആദമിനെയാണ്. അവന്റെ അടുത്തുള്ള ടേബിളിന്റെ മുകളിലുള്ള ഗ്ലാസ് അവന്റെ കൈ തട്ടി ഏത് നിമിഷവും വീഴാവുന്ന നിലയിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് ലൂയിയുടെ ഉറക്കം ഞെട്ടും. അവൾ ആദമിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ ഗ്ലാസ് അവന്റെ കൈ തട്ടിയാൽ വീഴാവുന്ന രീതിയിൽ നിൽക്കുന്നുണ്ടാകും. പക്ഷെ ലൂയിക്ക് അപ്പോഴും അത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണെന്ന് മനസ്സിലാകില്ല. എന്നാൽ എഡേൽ ഇതെല്ലാം ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി കാണുന്നുണ്ടാകും. ലൂയി എന്നിട്ട് ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബുക്കിന്റെ ബാക്കി ഭാഗം വായിക്കാൻ എടുക്കുമ്പോഴേക്കും
അതിൻ്റെ ബാക്കി പേജസ് ഒക്കെ കീറിയിട്ടുണ്ടാകും. എന്നിട്ട് അവൾ ഗൂഗിളിൽ കയറിയിട്ട് റോബിൻ്റെ പേര് സെർച്ച് ചെയ്യും. എന്നാൽ റോബ് എന്ന പേരിൽ വേറെ ആരൊക്കെയോ ആയിരിക്കും ഉണ്ടാകുക. റോബിനെ കിട്ടാതെ വന്നപ്പോൾ അവൾ റോബിൻ്റെ സിസ്റ്ററായ അലീസിയയുടെ പേര് വെച്ച് എഗെയിൻ സെർച്ച് ചെയ്യും. അന്നേരം അലീസിയയുടെ ഡീറ്റെയിൽസ് അതിൽ കാണും. കാരണം അലീസിയക്ക് സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. ലൂയി പെട്ടെന്ന് ആ സൈറ്റിൽ നിന്ന് അലീസിയയുടെ നമ്പർ എടുത്തിട്ട് നോട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഡോറിൽ ആരോ തട്ടുന്നുണ്ടാവുക. നോക്കുമ്പോഴേക്കും അത് ഡേവിഡ് ആയിരിക്കും. ഡേവിഡ് പറയും, നീ ഓഫീസിൻ്റെ കീ ഇങ്ങത്താ. എനിക്കറിയാം ഇന്നലെ രാത്രി അവിടെ കയറിയിട്ട് ഫയലൊക്കെ എടുത്തത് നീയാണെന്ന്. ഞാൻ ഇത്ര നേരമായിട്ടും വേറെ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് കീയും ഫയലും മാത്രമാണ് വേണ്ടത്, അതിങ്ങ് താ. അപ്പോൾ അവൾ കീ മാത്രം എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ അവൻ ഫയൽ എവിടെയെന്ന് ചോദിക്കും. നിങ്ങൾ ഇതെന്തിനെ പറ്റിയാ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്തൊരു കള്ളിയാ. നീ ക്ലിനിക്കിൽ കയറിയത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? ക്ലിനിക്കിൻ്റെ പുറത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം കണ്ടു. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും. എന്താ, ഞാനത് ചെയ്യണോ? ഓ, നിങ്ങൾ പോലീസിനെ വിളിക്കുമെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? എങ്കിൽ എനിക്കൊന്ന് കാണണം. നിങ്ങൾ പോലീസിനെ വിളി. എനിക്കറിയാം നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാനാകില്ല എന്ന്. പക്ഷെ ഡേവിഡിന് എന്തൊക്കെയോ കാരണത്താൽ പോലീസിനെ വിളിക്കാൻ താല്പര്യമുണ്ടാകില്ല. അവൻ എന്തൊക്കെയോ പേടിക്കുന്നത് പോലെ. ഡേവിഡ് ലൂയിയോട് ഫയൽ തരാൻ വീണ്ടും ആവശ്യപ്പെടും. അപ്പോൾ അവൾ ആ ഫയൽ എഡേലിന് കൊടുത്തെന്ന് പറയും. നിനക്കറിയില്ല എന്തൊക്കെയാ നടക്കുന്നതെന്ന്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എൻ്റെയും എഡേലിൻ്റെയും കാര്യത്തിൽ ഇടപെടരുത്. അവസാനം നിനക്ക് തന്നെയായിരിക്കും ഇത് തലവേദനയാകുക. ഇപ്പുറത്ത് എഡേൽ ഇതൊക്കെ ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി കാണുന്നുണ്ടാകും. ഇതിന് തിന്നും കുടിക്കും വേണ്ടമോ? ഏതു നേരം ഇത് തന്നെ പണി. ഡേവിഡ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എഡേൽ ഉണ്ടാകും ഡിന്നറൊക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരിക്കുന്നു. അത് കണ്ട് ഡേവിഡ് പറയും, ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിനക്കറിയാം ഞാൻ എപ്പോഴാ എത്ര മണിക്കാ വീട്ടിൽ വരികയെന്ന്. പക്ഷേ എഡേൽ അതിനൊന്നും മറുപടി പറയാതെ അവനോട് നീ വല്ലത് കഴിച്ചോ എന്ന് ചോദിക്കും. എപ്പോഴാ നീ ഈ പെർഫെക്റ്റ് വൈഫ് എന്ന ഡ്രാമ നിർത്താൻ പോകുന്നേ? നീ എന്താ ഈ പറയുന്നേ? അപ്പോഴവൻ ക്ഷമ നശിച്ചു പറയും, നീ നിന്റെ ഗെയിം നന്നായിട്ട് കളിക്ക്. എനിക്ക് മടുത്തു. ഇനിയും എനിക്ക് നിന്നെ സഹിക്കാനാകില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. പിന്നൊരു കാര്യം, നീ ലൂയി ഇതിൻ്റെ ഇടയിൽ വലിച്ചിടരുത്. അവളെ വഴിക്ക് വിട്ടേക്ക്. പക്ഷേ എഡേൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് പാസ്റ്റിൽ എഡേൽ അപ്പോഴേക്കും തനിക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് റോബിനോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവൻ, നീ ആരുടെയും കൂടെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവൾ, ഇല്ല, നിന്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് ഫോറസ്റ്റിലുള്ള കിണറിന്റെ താഴെ പോയി എന്നിട്ട് നേരെ തിരിച്ച് അവരുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് വരും. പിറ്റേ ദിവസം റോബ് ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്നും വായിക്കും. എന്നിട്ട് എഡേലിനോട് ചോദിക്കും, നിന്റെ പേരൻസ് തീപിടുത്തത്തിനിടയിൽ മരിക്കുന്ന സമയത്ത് നീ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അവൾ പറയും, ഞാൻ ആ സമയത്ത് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ സോൾ എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തീപിടുത്തത്തിൻ്റെ സ്മെല്ല് കിട്ടുമായിരുന്നു. അതുവഴി എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും തൻ്റെ പേരൻസ് മരിക്കാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം അവളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. റോബ്, ഡേവിഡിന് നീ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നതിനെ പറ്റി അറിയുമോ എന്ന് ചോദിക്കും. അവൻ കുറച്ച് പ്രാക്ടിക്കലാണ്. അവൻ ഇതിലൊന്നും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ വന്നാൽ ഇതിനെപ്പറ്റിയൊന്നും പറയണ്ട. ഇത് നമ്മൾക്കിടയിൽ മാത്രമുള്ള ഒരു സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ. അടുത്ത സീനിൽ എഡേലിനെ കാണാൻ ഡേവിഡ് വീട്ടിലേക്ക് വരുന്നതായിരിക്കും കാണുക. ഡേവിഡിനെ കണ്ടപാടും എഡേൽ റോബിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇവിടെ പ്രസന്റിൽ ലൂയി റോബിന്റെ സിസ്റ്ററായ അലീസയുടെ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് വിളിക്കും. അപ്പോൾ അലീസ പറയും, ആ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവിടുന്ന് തിരിച്ച് വന്നിട്ടും റോബിൻ്റെ ഡ്രഗ് അഡിക്ഷനിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൻ അവിടുന്ന് വന്നിട്ടാകെ 2 ദിവസമേ ഇവിടെ നിന്നിട്ടുള്ളൂ. എന്നിട്ട് അവൻ എൻ്റെ 40 പൗണ്ട്സ് കട്ടെടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം അവൻ്റെ ഒരു വിവരവും ഉണ്ടായിട്ടില്ല. ലൂയി ചോദിക്കും, പിന്നീട് നിങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്തില്ലേ? അപ്പോൾ അലീസ പറയും, ഇല്ല, അവനിപ്പോൾ ഏതെങ്കിലും മൂലയിൽ ചത്ത് കിടക്കുന്നുണ്ടാകും. ഫോൺ വെച്ചതിന് ശേഷം ലൂയി എഡേലിന്റെ പേരൻസിന്റെ ഡെത്തിനെ പറ്റി ഗൂഗിളിൽ നോക്കും. അപ്പോൾ ഡേവിഡാണ് എഡേലിനെ രക്ഷപ്പെടുത്തിയതെന്നും എന്നാൽ പോലീസുകാർ സംശയിച്ചത് ഡേവിഡിനെയാണ്. കാരണം എഡേലിന്റെ പേരൻസ് മരിച്ചാൽ പിന്നെ സ്വത്തൊക്കെ എഡേലിന് കിട്ടും. എഡേലിനെ കല്യാണം കഴിച്ചാൽ സ്വത്തൊക്കെ അവന് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കണ്ട് ലൂയിക്ക് ഏകദേശം ഉറപ്പാകും റോബിനെ കൊന്നതും ഡേവിഡ് ആണെന്ന്. ലൂയി എന്നിട്ട് റോബിനെ കൊന്നത് ഡേവിഡ് ആണെന്ന് പറഞ്ഞിട്ട് സ്കോട്ട്ലാൻഡിലെ പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ അയക്കും. അങ്ങനെ അന്ന് രാത്രി ആദമിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂയി ഉറങ്ങിപ്പോകും. അപ്പോൾ അവൾ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് ഇത് റിയലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ലോറയുടെ ഫ്ലാറ്റിലേക്ക് പോകും. അന്നേരം ലോറ TV എന്തൊക്കെയോ കാണുന്നുണ്ടാകും. അപ്പോൾ അവൾ ആദം കരയുന്ന സൗണ്ട് കേട്ട് അവളുടെ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ബോഡിയിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ലൂയി മരിച്ചെന്ന് വിചാരിച്ച് കരയുന്ന ആദമിനെയാണ്.
ലൂയി അവനെ ആശ്വസിപ്പിച്ചിട്ട് കണ്ടതൊക്കെ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നേരെ ലോറയുടെ അടുത്തേക്ക് പോയി കുറച്ച് കോഫി ഉണ്ടോയെന്ന് കള്ളം പറഞ്ഞിട്ട് അകത്തേക്ക് കയറും. എന്നിട്ട് അവൾ ടി വിയിൽ നോക്കുമ്പോൾ അവൾ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ കണ്ട അതേ വീഡിയോ ടി വിയിൽ പ്ലേ ചെയ്യുന്നുണ്ടാകും. കൂടാതെ ആ റൂമും പരിസരവും ആ റൂമിലുള്ള വസ്തുക്കളും എല്ലാം അവൾ അതിൽ കണ്ടതുപോലെ തന്നെയായിരിക്കും. അപ്പോഴായിരിക്കും അന്ന് ജോബ് റിസൈൻ ചെയ്ത് നേരെ എഡേലിന്റെ അടുത്തേക്ക് പോയ സമയം എഡേൽ ബോധം കെട്ട് കിടന്നത് എന്തുകൊണ്ടാണെന്ന് ലൂയിക്ക് മനസ്സിലാകുക. അപ്പോൾ എഡേലെല്ലാം കാണുന്നുണ്ടെന്നും അവൾ താനും ഡേവിഡുമായിട്ടുള്ള ബന്ധം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അതുവഴി ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തതെന്നും ഇത്രകാലം കള്ളം പറഞ്ഞിട്ടാണ് തൻ്റെ കൂടെ നിന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൂയിക്ക് മനസ്സിലാകും. ഇവിടെ ഈ എപ്പിസോഡ് 5 തീരും. ഇനിയാ മക്കളെ ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞെട്ടി പണ്ടാരടങ്ങ റെഡി ആയിക്കോ. പിന്നെ ഞാൻ ഹൈപ്പ് തന്ന് അവസാനം നിങ്ങൾക്ക് സീരീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തെറി വിളിക്കരുത്. എങ്കിൽ ശരി, നാളെ കാണാം.